മഴ തോരും മുൻപേ എന്ന സീരിയലിലെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജ ആവശ്യപ്പെട്ടതുപോലെ അലീന ആ വീട്ടിൽ നിന്നും മാറുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് ഇനി എങ്ങോട്ട് പോകണമെന്നോ എവിടെ നിൽക്കുമെന്നോ താമസിക്കുമെന്നോ ഒന്നും തന്നെ മനസ്സിൽ ഉറപ്പിക്കാതെയായിരുന്നു അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിച്ചത്. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മേഡം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരികയും അച്ഛനും മറ്റു സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുമെന്നായിരുന്നു അലീന മനസ്സിൽ വിചാരിച്ചിരുന്നത്. ഒരുപാട് നീറുന്ന വിഷമത്തോടുകൂടി മനസ്സനുവദിക്കുന്നില്ലെങ്കിലും തൻ്റെ അമ്മയെ ഇത്രയും നാൾ തനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ, അമ്മ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും അത് എൻ്റെ അമ്മയാണെന്ന് അലീനയ്ക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അത് മതി, ഇനി തൻ്റെ അച്ഛനെയും ഇതുപോലെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അലീനയ്ക്കെന്നും. പക്ഷേ ഒരച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും കരുതലുമെല്ലാം ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അലീനയ്ക്ക് ഒരുപാട് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വേദന കുറച്ച് കുറവുണ്ടായിരുന്നു അലീനയ്ക്ക്. തൻ്റെ അമ്മയെ കണ്ടതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ തൻ്റെ അച്ഛനെയും തനിക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എവിടെയോ അലീനയ്ക്കുള്ളിലുണ്ടായിരുന്നു. അലീന വീട്ടിൽ നിന്ന് പോകുന്ന കാര്യം ബാലചന്ദ്രനോട് പറയുമ്പോഴും ബാലചന്ദ്രൻ ഒരു കാര്യം അലീനയോട് പറഞ്ഞിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും തടയില്ല, പക്ഷേ നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അത് നിന്റെ തോന്നൽ മാത്രമായിരിക്കും. ഒരിക്കലും എനിക്കിനി വൈജയെ പഴയതുപോലെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. അത് നീ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അലീനയ്ക്ക് പക്ഷേ തൻ്റെ അച്ഛൻ്റെ വാക്കുകളൊന്നും എടുക്കാൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. കാരണം മേഡത്തിന് കൊടുത്ത വാക്ക് അത് അലീന പാലിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു അലീന. ബബിതയും രോഹിത്തും കൃഷ്ണമോളുമെല്ലാം അലീനയെ വട്ടം പിടിച്ചുകൊണ്ട് ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകരുതെന്ന് കാലു പിടിച്ചു പറഞ്ഞിട്ടും അലീനയ്ക്ക് അവരോടൊരു മറുപടി പോലും പറയാൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. ബബിതയ്ക്ക് പോലും അലീന ആ വീട്ടിൽ നിന്നിറങ്ങുന്നതിൽ അത്രയ്ക്കും വിഷമമുണ്ടാവണമെങ്കിൽ അലീന എത്രത്തോളം അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. കുറച്ചു നേരത്തേക്ക് ആ വീട് വളരെ നിശബ്ദമായിരുന്നു. ആരും മുഖത്തോട്ട് പോലും നോക്കാതെ ആ വരാന്തയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ബാലചന്ദ്രനും അതെ, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ബാലചന്ദ്രനും ആ മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബബിത വൈജയുടെ ഫോണിലേക്ക് വിളിച്ച് അലീന പോയ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ സന്തോഷമായില്ലേ, അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോയി, ഇനി അലീന ചേച്ചിയുടെ ശല്യമൊന്നും അമ്മക്കുണ്ടാവില്ല എന്ന് പറയുമ്പോഴും വൈജക്ക് വളരെ സന്തോഷമാവുകയാണ്. ഓ, ആ നശിച്ചവൾ പോയോ, ഇനി ഈ ആരെയും എനിക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ബബിതയുടെ ഫോൺ വൈജ കട്ട് ചെയ്യുന്നു. ആ ദിവസം വൈജയ്ക്ക് എന്തെന്നില്ലാത്ത വളരെ സന്തോഷമായിരുന്നു. ഇനി എന്തായാലും അങ്ങോട്ട് തിരിച്ചു ചെന്നേക്കാം, ഇനിയിപ്പോൾ അവള് പോയല്ലോ, ഇനി വേറെ ആരെ നോക്കാനെന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന ഡ്രസ്സുകളുമെല്ലാം പെട്ടിയിൽ തന്നെ എടുത്തു വയ്ക്കുകയായിരുന്നു വൈജ. വൈജയ്ക്ക് കൊടുക്കാനായി ഗ്ലാസ്സിൽ ജ്യൂസുമായി വൈജയുടെ റൂമിലെത്തിയ കമല കാണുന്നത് പെട്ടിയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്ന വൈജയെയായിരുന്നു. എല്ലാ വൈജയ്, നീ ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ പെട്ടിയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നേ? എന്തു പറ്റി? ഓ, ഏട്ടത്തിനോട് ഞാനത് പറയാൻ മറന്നുപോയി. അലീനയുടെ ശല്യമെല്ലാം കഴിഞ്ഞു, അവളിപ്പോ വീട് വിട്ടിറങ്ങി. ഇപ്പൊ തന്നെ ബബിത വിളിച്ചിരുന്നു എന്നെ. ആണോ? ഇത് നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോ നീ മനസ്സിൽ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു അല്ലേ വൈജയ്? അതെ ഏട്ടത്തി, ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു. ഇനിയിപ്പോൾ ഏട്ടത്തി നോക്കിക്കോ, പഴയതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട് കൊണ്ടുവരും. ഇത്രയും നാള് അവളായിരുന്നല്ലോ ആ വീട് ഭരിച്ചിരുന്നത്. ഇനി കാണാം നമുക്കിനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ എന്തായാലും അമ്മനോട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് വൈജ നേരെ തൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. അമ്മേ, എന്തെടുക്കുവാ?
ഓ, നീയായിരുന്നോ? ഞാൻ എന്തെടുക്കാനാ, ഈ കട്ടിലിൽ തന്നെ ഒരേ ഇരിപ്പല്ലേ, അല്ലാതെ ഞാൻ എങ്ങോട്ടേക്ക് പോവാനാ? നീ ഇപ്പോ എന്താ ഇങ്ങോട്ട് വന്നേ? വെറുതെ വന്നതാണോ? അല്ലമ്മേ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ, ആ കാര്യം പറയാൻ വന്നതാ. അതെന്തു പറ്റി? നീയല്ലേ പറഞ്ഞത് അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞിറങ്ങി പോന്നതല്ലേ. ഇപ്പൊ എന്തു പറ്റി? അവള് പോയി, അറിഞ്ഞില്ലായിരുന്നോ? അവള് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോ ബബിത എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അവള് പോയിന്നുള്ള കാര്യം. അതുകൊണ്ടാ ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ വൈജയുടെ അമ്മയ്ക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ്. കാരണം അലീന ആരാണെന്നുള്ള സത്യം തനിക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അലീന ആ വീട്ടിൽ നിന്ന് പോയിന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു ആ സമയത്ത് വൈജയുടെ അമ്മയ്ക്ക് തോന്നിയത്. നീ എന്തിനാണ് വൈജയെ അലീനയെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്? അതിനെവിടേക്കെങ്കിലും പോവാനൊരു വീടെങ്കിലും ഉണ്ടോ? നീ എന്ത് വിചാരിച്ചിട്ടാണ് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങളെന്താ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാത്തത്? ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അപ്പോഴൊന്നും ഈ ഒരു വേവലാതിയൊന്നും കണ്ടില്ലാലോ. ഇപ്പോ അലീന വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ? സ്വന്തം മോളുടെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല. ഇവിടെ വന്നു കയറി അവള് നന്നായി ജീവിക്കണം എന്ന് മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൂ അല്ലേ? എൻ്റെ ചേട്ടന്മാരും കണക്ക് തന്നെ. ആ പിഴച്ചവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായിപ്പോയത്. ആ കുടുംബം തന്നെ ഇങ്ങനെ ആയിപ്പോയത് അവൾ വന്ന് കയറിയതിന് ശേഷമാണ്. ഇത് കേൾക്കുന്ന വൈജയുടെ അമ്മയ്ക്ക് ഉള്ളിലെ ദേഷ്യം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആരാടി പിഴച്ച് പ്രസവിച്ചത്? അവളോ? നീയല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് വൈജയുടെ മുഖത്ത് നോക്കി ആട്ടുന്നുണ്ട്. വൈജയ്, നിന്റെ പഴയ കാലങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? നീയല്ലേ പണ്ട് കണ്ടവരുമായി കറങ്ങി നടന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്? അവളാണോ? നീ പിന്നെ എന്തുകൊണ്ടാ അവളെ പിഴച്ചവളെന്നൊക്കെ വിളിക്കുന്നത്? എന്തധികാരത്തിലാ നീ അവളെ അങ്ങനെയൊക്കെ പറഞ്ഞ് ശകാരിക്കുന്നത്? നീ നല്ലവൾ തന്നെയാണോ? നിനക്കത് ഉറപ്പുണ്ടോ? തൻ്റെ അമ്മയുടെ വായിൽ നിന്നും ഇതുപോലൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ പഴയകാല ജീവിതങ്ങൾ ആഞ്ഞടിച്ചു പോവുകയാണ് വൈജയ്ക്കുള്ളിൽ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്? സ്വന്തം മകളോടാണോ അമ്മ ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ വൈജയുടെ അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ നീ ചോദിപ്പിക്കുന്നതാണ് വൈജയ്. ഇതെല്ലാം മറന്നിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ നീ തന്നെയാണ് ഇതെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. നിന്നോട് ആരും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നൊരു രഹസ്യം ഞാനിപ്പോൾ നിന്നോട് പറയാം. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്കുള്ളിൽ എന്തോ ഒരു വേവലാതി എവിടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അമ്മ പറയ്, ഞാൻ എന്തും കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ എന്നെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് വൈജ എന്താണ് അമ്മയുടെ വായിൽ നിന്ന് വരുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ വാശിക്ക് അലീനയെ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? അത് വേറെ ആരുമല്ല വൈജയ്, നിന്റെ സ്വന്തം മകള് തന്നെയാണ്. നിനക്ക് സ്റ്റാൻലിയിലുണ്ടായിരുന്ന ആ മകൾ. തൻ്റെ അമ്മയുടെ വായിൽ നിന്നും ഈ സത്യമറിഞ്ഞ വൈജ ഒരു നിമിഷം ഇല്ലാണ്ടായി പോകുന്നത് പോലെ വൈജയ്ക്ക് തന്നെ തോന്നി. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അലീന എൻ്റെ മകളാണെന്നോ? അതെങ്ങനെ ശരിയാകും? അവളേതോ ഓർഫനേജിൽ വളർന്ന ആളല്ലേ? അവളെങ്ങനെയാ എൻ്റെ മരിച്ചുപോയ കുഞ്ഞാവുന്നത്? അതാ വൈജ ഞാൻ പറയുന്നത്. നിന്റെ അച്ഛന് എല്ലാതും അറിയാമായിരുന്നു. അച്ഛനല്ലേ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അച്ഛനായിരുന്നു അവളെ ഇത്രയും കാലം ഓർഫനേജിൽ നോക്കിയിരുന്നതും. അച്ഛൻ കൊടുത്ത പൈസയായിരുന്നു അവളെ പഠിപ്പിച്ചതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അവസാനം ആ ഓർഫനേജ് പൂട്ടാനായപ്പോഴാണ് അലീനയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ അമ്മയ്ക്കും അറിയായിരുന്നല്ലേ സത്യങ്ങളെല്ലാം? എന്നിട്ടായിരുന്നു ഇത്രയും നാള് എന്നോട് ഈ കഥകളെല്ലാം മൂടി വെച്ചത്? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു വൈജയ്. ഞാനും ഈ അടുത്തായിരുന്നു എല്ലാ കഥകളും ശിവേട്ടൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞത്. അപ്പോ ശിവേട്ടനും ഗംഗേട്ടനും എല്ലാം എല്ലാ സത്യങ്ങളും അറിയാം. എന്നിട്ടായിരുന്നല്ലേ എന്നോട് ഈ ഒളിച്ചുകളി? വൈജയ്, നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. അവർക്കും അറിയില്ലായിരുന്നു
ഇവിടെ അച്ഛനു മാത്രമേ ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയുള്ളൂ. ആശുപത്രിയിൽ വെച്ച് തന്നെ അച്ഛൻ ആ കുഞ്ഞിനെ മാറ്റിയിരുന്നു. എന്നിട്ട് നമ്മളോടെല്ലാവരോടും ആ ഒരു നുണക്കഥ പറഞ്ഞത് അച്ഛൻ തന്നെയാണ്, കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളത്. അച്ഛനത് പക്ഷേ ഒളിപ്പിച്ച് വെച്ചത് മറ്റൊന്നിനുമല്ല, നിനക്ക് ഭാവിയിലൊരു പ്രശ്നമുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു അന്ന് അച്ഛൻ ആ കുഞ്ഞ് മരിച്ചുപോയെന്നൊക്കെ നമ്മളോട് നുണ പറഞ്ഞത്. ബാലചന്ദ്രൻ എങ്ങനെയൊക്കെയോ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഗംഗാധരന്റെ അടുത്തേക്ക് ചെന്ന് ഗംഗാധരന്റെ കയ്യിൽ നിന്നായിരുന്നു ബാക്കിയുള്ള കഥകളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞത്. പിന്നീട് മുതലായിരുന്നു അവൻ നിന്നോട് ഈ അകൽച്ച കാണിച്ചു തുടങ്ങിയത്, ശരിയല്ലേ? അത് ശരിയാ അമ്മേ. കാരണം അന്ന് ഒരു 2 ദിവസം ബാലചന്ദ്രനെ കാണാതായതിനു ശേഷമാണ് ബാലചന്ദ്രൻ ഈ മാറ്റങ്ങളെല്ലാം വന്നത്. അന്നേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കാലു പിടിച്ച് പറഞ്ഞതല്ലേ എനിക്കിനൊരു വിവാഹം വേണ്ട എന്ന്. നിങ്ങളെല്ലാവരുടെയും നിർബന്ധപ്രകാരമല്ലേ ബാലചന്ദ്രനെ ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പോ ഞാൻ എൻ്റെ മക്കൾക്കും ബാലചന്ദ്രൻ്റെയും മുന്നിൽ ആരായ അമ്മേ? നിങ്ങളെല്ലാവരും തന്നെ പറ. നിങ്ങളെല്ലാവരുമല്ലേ എന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പോൾ തള്ളിവിട്ടത്. തൻ്റെ മകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരക്ഷരവും കൊടുക്കാൻ കഴിയാതെ ആ അമ്മ മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ പ്രസവിച്ച മകളെ തന്നെയാണോ അമ്മേ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? എന്തൊക്കെ മോശം വാക്കുകളാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് വിഷമിപ്പിച്ചത്. ഇതൊക്കെ എൻ്റെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയേനെ. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനിനി എങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കുക? എൻ്റെ മക്കളുടെയും അലീനയുടെയും മുഖത്ത് ഞാൻ എങ്ങനെയാണ് ഇനി നോക്കുക എന്നൊക്കെയുള്ള വലിയൊരു വിഷമത്തിലായിരുന്നു ആ സമയത്ത് വൈജ. ഇതെല്ലാം വൈജയെ പക്ഷെ നീ മുന്നേ ആലോചിക്കണമായിരുന്നു. അന്നത്തെ നിന്റെ ചോരത്തിളപ്പിന് ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഇപ്പോൾ നീ തന്നെ എല്ലാം അനുഭവിക്കേണ്ടി വന്നില്ലേ? അത് പക്ഷെ അമ്മേ, ഞാൻ അന്നത്തെ ചോരത്തിളപ്പിന് ചെയ്തു പോയതാ ശരിയാ. പക്ഷേ ഞാൻ സ്നേഹിച്ചിരുന്ന ആളെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷേ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അയാളെന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാം കഴിഞ്ഞ് എനിക്കിനി ഒരു ജീവിതമേ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിവിടെ വാശി പിടിച്ച് നിന്നപ്പോഴും നിങ്ങളെല്ലാവരും നിർബന്ധിച്ചിട്ടാ ഞാൻ ബാലചന്ദ്രനുമായി കല്യാണം കഴിച്ചത്. ഇത്രയും നാള് നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പഴയതുപോലെ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല അമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് വൈജ. ഇനി എന്തായി തീരും വൈജയുടെ ജീവിതം എന്ന വഴിയെ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.